ഞാൻ വളരെയധികം വിഷമത്തിലാണ്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എമ്പുരാൻ്റെ OTT പോകുന്നില്ല, അതുപോലെ തുടരുമെന്ന് ചിത്രത്തിൻ്റെ OTT വിറ്റ് പോകത്തില്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇടിത്തി പോലെ OTT 20 കോടി രൂപയ്ക്ക് ആ ചിത്രത്തിൻ്റെ മുടക്കുമുതലിൻ്റെ അതേ തുകയ്ക്ക് വിറ്റ് പോകുന്നത്. പിന്നെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് എമ്പുരാൻ വിറ്റ് പോയില്ലല്ലോ, കോടികൾ മുടക്കി അല്ല കോടികൾ കിട്ടിയിട്ടും എമ്പുരാൻ്റെ OTT മാത്രം വിറ്റ് പോയില്ലല്ലോ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇടിത്തി പോലെ ആ വാർത്ത വരുന്നത് എമ്പുരാൻ്റെ OTT വിറ്റ് പോയത്. പിന്നെ ഞാനങ്ങ് പറഞ്ഞുണ്ടാക്കിയായിരുന്നു, ഞങ്ങളിങ്ങനെ പറഞ്ഞുണ്ടാക്കി എമ്പുരാൻ്റെ OTT വിറ്റ് പോയത് കിങ് ഓഫ് കൊത്തയുടെ OTTയുടെ 7 അയലത്ത് വരുത്തില്ല, അതിനേക്കാൾ വളരെ താഴ്ത്ത നിലവാരത്തിലാണ് OTT വിറ്റ് പോയിരിക്കുന്നത്. കാരണം ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു OTT. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ആർക്കും വേണ്ടാതെ കിടക്കുകയായിരുന്നു. അവസാനം പിടിയാതെ ജിയോ ഹോട്ട്സ്റ്റാറിനെ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. നിങ്ങൾ അധികം ഒന്നും തരണ്ട, ഒരു 19 രൂപ തന്നാൽ മതി, അതും വേണ്ട, കാശൊന്നും വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചേൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിത്തി പോലെ അടുത്ത കാര്യം തേടി വന്നിരിക്കുന്നു. എമ്പുരാൻ്റെ OTT അവകാശം വിറ്റുപോയിരിക്കുന്നത് 70 കോടി രൂപയ്ക്കാണ്. സാറ്റലൈറ്റ് അവകാശം പോയിരിക്കുന്നത് 30 കോടി രൂപയ്ക്കാണ്. എൻ്റെ ബോധം പോകാൻ വേറെ വല്ലതും വേണം. ഇത് കേട്ടതും ബോധം നശിച്ച് ഞാൻ താഴെ വീണു. പിന്നെ എല്ലാവരും കൂടെ വെള്ളമൊക്കെ തളിച്ചാണ് ഞാൻ ഈ അവസ്ഥയിലെങ്കിലും എത്തിയിരിക്കുന്നത്. അവസ്ഥയ്ക്ക് കാരണം മനസ്സിലായോ? അപ്പം യാതൊരുവിധ സന്തോഷവും ഇല്ല, സമാധാനവും നഷ്ടപ്പെട്ടു. എമ്പുരാൻ്റെ OTT അവകാശം 100 കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം അറിയുന്നത്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ OTT അവകാശം വിറ്റുപോയെങ്കിലും കിങ് ഓഫ് കൊത്തയുടെ OTTയുടെ 7 അയലത്ത് പോലും വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം തകർന്നു തരിപ്പണമായിപ്പോയി. അപ്പം അതിലും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമല്ലായിരുന്നു OTTയിൽ ഏറ്റവും വലുത്. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. എനിക്ക് ഫഹദ് ഫാസിലിനെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ദുൽഖർ സൽമാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ദുൽഖർ സൽമാൻ്റെ ചിത്രം ആകട്ടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കി തള്ളി വെച്ചു. ഇങ്ങനെ തള്ളി അങ്ങ് വെച്ചു. അപ്പോൾ എനിക്ക് തള്ളിക്കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തള്ളി ആ കിങ് ഓഫ് കൊത്ത കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു. കിങ് ഓഫ് കൊത്തയുടെ കാര്യമൊന്നും പറയണ്ട, ഭയങ്കര ഹൈപ്പി വന്നൊരു ചിത്രം, മുടക്കുമുതലിൻ്റെ 1/3 പോലും കിട്ടാത്ത ചിത്രം. ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയാം. ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു ഹൈപ്പ് ഭയങ്കര ഹൈപ്പായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നെ ആകെപ്പാടെയാണ് കിട്ടിയത് OTTയാണ്. അതും കുറവാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ തള്ളി ഇച്ചിരി കൂട്ടി വെച്ചതാണ്. അതിനിടയിലാണ് ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ ചിത്രം 100 കോടിയിൽ കടക്കുന്നതും അതിൻ്റെ OTT അവകാശം മലയാള സിനിമയിൽ ഏറ്റവും വലിയ തുകയ്ക്ക് വിറ്റുപോകുന്നു. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളിപ്പോഴും കിങ് ഓഫ് കൊത്തയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവേശമൊക്കെ മാറി നിൽക്കട്ടെ. ഇപ്പോൾ ആവേശം തകർത്തുകൊണ്ടാണ് എമ്പുരാൻ്റെ OTT അവകാശം 100 കോടി രൂപയ്ക്ക് വിറ്റുപോകുന്നു. OTT 70 കോടിക്കും സാറ്റലൈറ്റ് 100, ആ 30 കോടി പറയുമ്പം കൃത്യമായിട്ട് പറയണമല്ലോ. അപ്പം ജിയോ ഹോട്ട്സ്റ്റാറാണ് ഇത് മേടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിനെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമായിട്ട് മാറിയിപ്പോൾ. എന്തിന് ഇവർ ഈ OTT മേടിച്ചു? അവസ്ഥയാണ് എൻ്റെ അവസ്ഥ, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അപ്പം കളക്ഷൻ എന്നാൽ ഇച്ചിരി സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് 23-ാം ദിവസത്തെ ഇതിൻ്റെ കളക്ഷൻ നോക്കിയപ്പം അതിനും കഷ്ടം. നമ്മുടെ മമ്മൂട്ടിയുടെ ബഫൂക്കയുടെ അടുത്ത് തന്നെ ഇതിൻ്റെ കളക്ഷൻ നിൽക്കുന്നു. മമ്മൂട്ടിയുടെ ബഫൂക്ക ഇന്നലെ നേടിയത് 38 ലക്ഷം, എമ്പുരാൻ ചെന്ന് നിൽക്കുന്നത് 30 ലക്ഷം. സമാധാനം കേടിന് വേറെ വല്ലതും വേണോ? ഇനി നാളെയോ മറ്റന്നാളോ എമ്പുരാൻ്റെ താഴെ ബഫൂക്ക വന്നാൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. അങ്ങനെ വന്നാൽ പോലും നമ്മൾ വിഷമിച്ച് പോകത്തില്ല അവസ്ഥയാണ്. പിള്ളാരി സെറ്റ് മൊത്തം തോപ്പിച്ചു. ആലപ്പി ജിംഖാന
മരണമാസം ഇപ്പം എന്തെങ്കിലും എമ്പുരാനും 23 ദിവസം കഴിഞ്ഞാൽ എമ്പുരാനും കൂടെ തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി. അതിനിടയിൽ കഴിഞ്ഞ ചിത്രത്തിൻ്റെ OTT വിറ്റ് പോയിട്ടില്ല. ഇപ്പം ചിത്രം ഇറങ്ങിയിട്ട് 2-3 മാസമായി. OTT ഇപ്പോഴും പെട്ടിക്കാതിരിക്കുക. അതിനിടയിലാണ് സന്തോഷിക്കാനൊരു വാർത്തയായിട്ട് തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ OTT വിറ്റുപോയില്ല, അതുകൊണ്ട് തുടരും എന്ന ചിത്രം മാറ്റിവെച്ചു എന്നുള്ള വാർത്ത വരുന്നു. പിന്നെ ഞങ്ങളങ്ങ് ആഘോഷിച്ചു, കുഞ്ഞാടിയെന്ന് പറയാം. തുടരും മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ OTT ആർക്കും വേണ്ടി, മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ OTT ആർക്കും വേണ്ടി, മോഹൻലാൽ ചിത്രം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ആറാടി. അതിനിടയിലാണ് ഇടുത്തി പോലെ ആ വാർത്ത വന്നത്, മോഹൻലാൽ ചിത്രത്തിൻ്റെ തുടരും എന്ന ചിത്രത്തിൻ്റെ OTTയും വിറ്റുപോയി. എന്നാലും ഞങ്ങളുടെ ചിത്രം ഇവിടെ പെട്ടിക്കാതിരിക്കുക. നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ ശീലം ഇതാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. അയലത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ സ്ഥിരം ഏർപ്പാട് തന്നെ നമ്മളുടെ സ്ഥിരം പാറ്റേണാണല്ലോ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാലും നമ്മൾ അയലത്ത് കറണ്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അയലത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സമാധാനമാകും. അതുതന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ അയലത്തുകാരുടെ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കും. അതാണ് നമ്മുടെ ഒരു രീതി. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമ്മുടെ OTT 3-4 മാസമായിട്ട് പെട്ടിക്കാതിരിക്കുക. അത് വിറ്റ് പോയിട്ടേ ഇല്ല. ഒരു ചിത്രത്തിൻ്റെ OTT ഒരു കൊല്ലത്തിന് ശേഷം ഈയിടെയാണ് സാറ്റലൈറ്റ് TV-യിൽ വരുന്നത് തന്നെ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ. പക്ഷെ എന്നിട്ട് പോലും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ മോഹൻലാൽ ചിത്രത്തിൻ്റെ OTT വിറ്റുപോയിട്ടുണ്ടെന്നാണ് നമ്മൾ തിരക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? എന്നിട്ട് നമ്മളുടെ ചത്തന്മാരും നമ്മളും എല്ലാം കൂടെ ഒരു തള്ളിയാണ് ഈ വിധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ തൊട്ട് മിനിഞ്ഞാന്ന് തൊട്ട് നമ്മൾ സ്ഥിരമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒരു 125 കോടിയൊക്കെ മുടക്കിയ ചിത്രം 270 കോടിയൊക്കെ എത്തുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് ഭയങ്കര ഹൈപ്പിൽ പോയി ഈ ചിത്രം വേൾഡ് വൈഡായിട്ട് 265-270 കോടിയിലൊക്കെ ചെന്ന് നിൽക്കുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതിൻ്റെ ബഡ്ജറ്റ് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകുക. ഇന്നലെ മുതൽ ഞങ്ങളൊരു പുതിയ പരിപാടി ഇറക്കിയിട്ടുണ്ട്. കാരണം 181 കോടി രൂപ മുടക്കിയ ചിത്രത്തിൻ്റെ ലാഭം കിട്ടണമെങ്കിൽ 500 കോടി രൂപയെങ്കിലും വേണമെന്നേ. അത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് തള്ളുന്നത്. തള്ളിക്കഴിയുമ്പോൾ ഇത് കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കും. ആൾക്കാർ വിശ്വസിക്കത്തില്ല, ആൾക്കാർക്കെല്ലാം മൂളയുള്ളവരാണ്. പിന്നെ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ വീഡിയോയുടെ തരയും എമ്പുരാനെ പറ്റിയും ബഫൂക്കയെ പറ്റിയും അതുപോലെ സിനിമയെപ്പറ്റി എന്ത് വീഡിയോ വന്നാലും അതിൻ്റെ എല്ലാം താഴെ പോയി ഞങ്ങൾ ഒരേ കമൻ്റ് ഇടും. എമ്പുരാൻ പൊട്ടിപ്പോയേ, എമ്പുരാൻ ഫ്ലോപ്പായേ, എമ്പുരാൻ്റെ കാശ് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ രീതിയിലുള്ള ഇതൊക്കെ ഞങ്ങളിടും. ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനസ്സമാധാനം, ഒരു മനസ്സുഖം, ഇതിനു വേണ്ടിയാണ്. ഇപ്പം അതും പോയി കിട്ടി. ഇപ്പം ഞങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇനി അടുത്ത ചിത്രം 25-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെങ്കിലും പറഞ്ഞ് പൊട്ടിക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞങ്ങളെത്താം. ഓക്കെ, ബൈ.